PS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PS മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഒരു തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനങ്ങൾ മാറ്റുന്ന ഒരു സമ്പ്രദായമില്ല. അതാണ് അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കുക. ഒരു തീരുമാനമെടുത്ത് നേരമെടുത്ത വേറൊരു തീരുമാനമെടുക്കുന്ന ഒരു നിലപാട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ഒട്ടനവധി സമരങ്ങളും ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് ഒരു വലിയ വിപ്ലവ സമരങ്ങൾ നയിച്ച ഒരു നേതാവായിരുന്നു. ഏത് പ്രസ്ഥാനത്തിനും ഒരു നേതാവ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആ വിടവ് നികത്താൻ കഴിയാത്ത വിടവാണ്. എന്തായാലും അദ്ദേഹത്തിന് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ഏറ്റവും ഉയർന്ന ശബ്ദമായി PS-ന്റെ ശബ്ദം ഉയർന്നു പോകും. പരിസ്ഥിതി പ്രശ്നത്തിലായാലും ശരി, സ്ത്രീ പ്രശ്നത്തിലായാലും ശരി, തൊഴിൽ പ്രശ്നങ്ങളിലായാലും ശരി, എവിടെയൊക്കെ അനീതിയുണ്ടോ ആ അനീതി നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ സഖാവ് PS-ന് സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളൊക്കെ ഏകകണ്ഠമായി അംഗീകരിക്കുന്ന കേരളീയ സമൂഹം, PS-ന് അനുഭവിച്ച കേരളീയ സമൂഹം ഇടയിലൂടെ ദേശീയപാത പിന്നിട്ട് ഏകദേശം 22 മണിക്കൂർ പിന്നിട്ടാണ് ആലപ്പുഴയിൽ എത്തിയിട്ടുള്ളത്.